ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ സക്സസ് സ്റ്റോറിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതിൽ 6 പവർഫുൾ ടിപ്സിനെ പറ്റിയിട്ട് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പറ്റുന്നത് ഞാൻ തംബ്നെയിലിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തൊക്കെയാണ്, ഇത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഏറ്റവും ആദ്യം തന്നെ ഈ കുട്ടിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഏറ്റവും ആദ്യം ഈ കുട്ടി ഫോളോ ചെയ്ത ടിപ്പ് എന്ന് പറയുന്നത് കൈ നിറച്ചും വാൾനട്ട് എടുത്ത് കഴിച്ചു എന്നുള്ളതാണ്. ഒരു 5-6 കൗണ്ടോളം വാൾനട്ട് എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാൾനട്ട് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് പ്രഗ്നൻ്റ് ആകാൻ സഹായിക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വാൾനട്ടിൻ്റെ ബെനിഫിറ്റുകളെ പറ്റിയിട്ട് നോക്കാം. ഈ വാൾനട്ട് പുരുഷന്മാരിൽ എങ്ങനെ സഹായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പുരുഷന്മാരിലെ അവരുടെ സ്പേമിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും അതിൻ്റെ മോട്ടിലിറ്റി വർദ്ധിപ്പിക്കാനും അതിൻ്റെ മോർഫോളജിക്കും അതുപോലെ തന്നെ പുരുഷന്മാരിൽ സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ മൂലവും ഈ സ്പേമിൻ്റെ കൗണ്ട് കുറയാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പുരുഷന്മാരിലെ ആ സ്ട്രെസ്സും അതുപോലെ തന്നെ ആൻസൈറ്റിയും ഒക്കെ കുറച്ച് നോർമൽ ലെവലിലോട്ട് കൊണ്ടുവരാനും ക്വാളിറ്റിയുള്ള സ്പേം സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും ഇത് സഹായിക്കുന്നു. ക്വാളിറ്റിയും അതുപോലെ തന്നെ മോട്ടിലിറ്റിയും ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നു. അതായത് നമ്മുടെ ശരീരത്തിൽ സ്പേം കൂടുതൽ നാൾ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൈഡിൽ നിന്ന് ഒരു പാർട്ട് ഈ പുരുഷൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ ഈ സ്പേമിന് കൂടുതലായിട്ട് കിട്ടുന്നു. അതിന് മോട്ടിലിറ്റി നന്നായിട്ട് കൂടുന്ന ഒരു സമയത്ത് അതിൻ്റെ നമ്മുടെ ശരീരത്തിലുള്ള ലൈഫ് സ്പാൻ കൂടുന്നതിനും ഇത് സഹായിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ള ബെനിഫിറ്റുകളാണ് പുരുഷൻ ഈ ഒരു വാൾനട്ട് കഴിക്കുമ്പോൾ കിട്ടുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളിൽ ഓവുലേഷൻ നടക്കുന്നത് സപ്പോർട്ട് ചെയ്യാനും ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ എൻഡോമെട്രിയം തിക്നെസ് ഇംപ്രൂവ് ചെയ്യാനും നമ്മളിൽ ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ട് കൊണ്ടുവരുന്നതിനും ഒക്കെ ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇത് കൂടുതലായിട്ട് കഴിക്കുന്ന സ്ത്രീകളിൽ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കൃത്യമായിട്ട് നടക്കുന്നതിനും ഇത് സഹായിക്കുന്നു. നമുക്കറിയാം ഓവുലേഷൻ നടക്കാനും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും ഒക്കെ നമ്മുടെ ഓരോ ശരീരഭാഗത്തോട്ടും നമ്മുടെ ഓരോ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ടും കൃത്യമായിട്ടുള്ള അളവിൽ ബ്ലഡ് സപ്ലൈയും ഓക്സിജൻ സപ്ലൈയും എത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിൽ ആ ഒരു എഗ്ഗ് പ്രൊഡ്യൂസ് ആകുന്നത് നമുക്കറിയാം. നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ എഗ്ഗ് ഉണ്ട്. പക്ഷേ ഈ ഓരോ എഗ്ഗ് മൂപ്പെത്തുന്നത് നമ്മുടെ ആ പീരിയഡ്സ് കഴിഞ്ഞിട്ട് 3-ാമത്തെ 4-ാമത്തെ ദിവസം മുതലാണ് ഇതിൻ്റെ ആ ഒരു ഗ്രോത്തും പ്രോസസ്സും ഒക്കെ നടന്നു തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മുടെ ശരീരത്തിൽ ആ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൃത്യമായിട്ട് എത്തി ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ ആ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ടും നമ്മുടെ ഓവറിയിലോട്ടും ഒക്കെ കൃത്യമായിട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ക്വാളിറ്റിയുള്ള എഗ്ഗ് പ്രൊഡ്യൂസ് ആകാനായിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ പ്രഗ്നൻസി സക്സസ്ഫുൾ ആവാനായിട്ടുള്ള ഫസ്റ്റത്തെ ഒരു പടിയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ആ ഒരു ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകുന്നതിനെയാണ്. ഈ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വന്ന് അറ്റാച്ച് ആവേണ്ടത് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിലാണ്. അപ്പോൾ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ വന്ന് അറ്റാച്ച് ആവണമെങ്കിൽ യൂട്രസിൽ എൻഡോമെട്രിയത്തിൻ്റെ ലൈനിങ്ങിന് കൃത്യമായിട്ടുള്ളൊരു തിക്നെസ് ഉണ്ടാവണം. ഈ വാൾനട്ട് നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നത് വഴി, കൂടുതലായിട്ടെന്ന് പറയുമ്പോഴേക്കും നോർമലായിട്ടൊരു ദിവസം നിങ്ങൾ കൃത്യമായിട്ട് കഴിക്കുന്നത് വഴി നിങ്ങളുടെ എൻഡോമെട്രിയം തിക്നെസ്സും ഗ്രോ ആകുന്നതിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നന്നായിട്ട് പോകുന്നതിനും എംബ്രിയോ അവിടെ ഡെവലപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വേണ്ടിയിട്ടുള്ള ഗ്രോത്തിനും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഒക്കെ ഈ വാൾനട്ട് നിങ്ങളെ സഹായിക്കുന്നു. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ ഫൈബർ, മഗ്നീഷ്യം, കോപ്പർ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വാൾനട്ടിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വാൾനട്ട് സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും കഴിക്കുന്നത് നല്ലതായിരിക്കും. ദിവസവും ഒരു 4 എണ്ണമോ അല്ലെങ്കിൽ ഒരു 3 എണ്ണമോ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ഇത് കഴിക്കേണ്ടത് നമ്മളെ ഒരുപാട് ഭക്ഷണം കഴിച്ച് തുടങ്ങിയിട്ട് ഒരു സ്നാക്കൊക്കെ ആയിട്ട് നമ്മളിത് ആഡ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഒന്ന് TV കാണാനിരിക്കുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കഴിക്കുന്നതിനേക്കാളും ബെറ്റർ നമ്മൾ ഭക്ഷണം എന്തെങ്കിലും കഴിക്കുന്നതിന് മുൻപായിട്ട് മോർണിംഗിൽ ഇത് എടുക്കുന്നതായിരിക്കും. ഒരിക്കലും ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ കഴിക്കരുത്. ഡ്രൈ ഫ്രൂട്ട്സ് ആയാലും നട്ട്സ് ആയാലും നമ്മൾ ഒരു ദിവസം 3-4 അത്രയും മതി. കൂടുതലായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ട് ഇതിൽ അടങ്ങിയത് കൊണ്ട് നിങ്ങൾക്ക് ലൂസ് മോഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഒന്ന് വയറിലൊരു അസ്വസ്ഥത ഉണ്ടാവാനായിട്ടും ചാൻസസ് കൂടുതലായിരിക്കും. രണ്ടാമതായിട്ട് അവർ ഉപയോഗിച്ചത് കപ്പപ്പഴമായിരുന്നു. റെഡ് ബനാനയെ പറ്റിയിട്ട് ഓൾറെഡി വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അതിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ദിജോസ് വേൾഡ് റെഡ് ബനാന എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് മതിയാവും കേട്ടോ. അപ്പോൾ ഇവിടെ റെഡ് ബനാന എന്ന് പറയുന്നത് നമ്മുടെ ഈ വാഴപ്പഴമെല്ലാം തന്നെ നമ്മുടെ ഒരുപാട് ബെനിഫിറ്റുകൾ, അയണും അതുപോലെയുള്ള വിറ്റമിൻ B6 അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്ക് തരുന്നതാണ് ഈ വാഴപ്പഴം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീയെയും പുരുഷനെയും സംബന്ധിച്ച് അവരുടെ ഫെർട്ടിലിറ്റി സാധ്യത ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ബനാനയാണ് റെഡ് ബനാന. റെഡ് ബനാന എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. കപ്പപ്പഴം എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. നമുക്ക് റെഡ് കളറിൽ തടിച്ച് വീർത്തിട്ടിരിക്കുന്ന ഒരു ബനാനയാണ് റെഡ് ബനാന. അതിന്റെ ആ ഒരു ഷെയ്ഡ്, അതിന്റെ റൈറ്റ്നെസ് അനുസരിച്ചിട്ട് അതിന്റെ കളറിൽ വ്യത്യാസം ഉണ്ടാവും. പർപ്പിൾ മുതൽ ആ റെഡ് കളറിലോട്ടും ഇത് എത്തുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ഈ റെഡ് ബനാനയിൽ നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റുകളും ഇത് എങ്ങനെ സ്ത്രീയെയും പുരുഷനെയും സഹായിക്കുന്നു എന്ന് നമുക്ക് നോക്കിയാലോ. റെഡ് ബനാനയിൽ പൊട്ടാസ്യം ഉണ്ട്, വിറ്റമിൻ C ഉണ്ട്, വിറ്റമിൻ B6 ഉണ്ട്. അത് മാത്രമല്ല ഒരു സ്മോൾ പോർഷൻ ഓഫ് റെഡ് ബനാനയിൽ ഒരു
എന്താ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ ഫാറ്റ് ഉണ്ട്, ഫൈബർ ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, വിറ്റമിൻ B6 ഉണ്ട്, വിറ്റമിൻ C ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കണ്ടന്റ്സ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് പുരുഷന്മാരിലും അതുപോലെ തന്നെ സ്ത്രീകളിലും ഒരുപോലെ ബെനഫിഷ്യൽ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. പുരുഷന്മാരിൽ എന്ന് പറയുന്നത് അവരുടെ സ്പേമിന്റെ കൗണ്ടും അവരുടെ മോട്ടിലിറ്റിയും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മുടെ സ്ത്രീകളുടെ ഫാക്ടേഴ്സ് കറക്റ്റ് ആയിട്ട് വരുന്നത് പോലെ തന്നെ പുരുഷനിലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സെമന്റെ പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നില്ലെങ്കിൽ അത് നമ്മൾ പ്രഗ്നന്റ് ആകാനായിട്ട് ഒരുപാട് ഡിഫിക്കൽട്ടീസ് കൊണ്ടുവന്ന് തരും. അപ്പോൾ അവിടെ ഹസ്ബൻഡിന്റെ സ്പേം നിങ്ങളുടെ സ്ട്രോങ് ആണെങ്കിൽ അതിനൊന്നും കൂടി ഒന്ന് ആക്റ്റീവ് ആക്കിയും അതുപോലെ സ്ട്രോങ് ആക്കിയും എടുക്കുന്നതിന് വേണ്ടിയിട്ട് റെഡ് ബനാന യൂസ് ചെയ്യുന്നത് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഹസ്ബൻഡിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ സ്പേം കൗണ്ടിന്, വിസ്കോസിറ്റിക്കും അതുപോലെ അതിന്റെ ലിക്വിഡേഷൻ ടൈമിനൊക്കെ വ്യത്യാസമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നത് അതിനെ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരുന്നതിന് അതിനെ നോർമൽ സ്റ്റേജിലോട്ട് എത്തിക്കുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഇതിലടങ്ങിയിട്ടുള്ള വിറ്റമിൻ A, വിറ്റമിൻ B1, വിറ്റമിൻ C എന്നിവയെല്ലാം നമ്മുടെ ആ ഒരു സ്പേം സെൽസിന്റെ പ്രൊഡക്ഷൻ ഒന്നുകൂടി സ്ട്രോങ്ങും അതുപോലെ കുറേയും കൂടി ക്വാണ്ടിറ്റിയിൽ അതുപോലെ കുറേയും കൂടി ഹയർ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അത് മാത്രമല്ല റെഡ് ബനാനയിൽ അടങ്ങിയിട്ടുള്ള ബ്രോമലിൻ എന്ന എൻസൈം ടെസ്റ്റോസ്റ്ററോണിന്റെ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യുകയും പുരുഷന്റെ സെക്ഷൽ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. പുരുഷന്റെ സെക്ഷൽ പെർഫോമൻസിനെ അനുസരിച്ചിരിക്കും സ്ത്രീ എത്രത്തോളം ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് വില്ലിംഗ് ആണ് എന്നതിനെ. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷൻ എത്രത്തോളം ഒരു ഓർഗാസം അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് സ്ത്രീക്ക് കൊടുക്കുന്നുണ്ടോ അത്രത്തോളം ആ ഒരു ബെനഫിഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു പ്രൊഡക്ഷൻ, സ്പേമിന്റെ പ്രൊഡക്ഷൻ അവിടെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ നമുക്ക് ആ ഒരു ഇജാക്കുലേഷൻ സംഭവിക്കുന്ന സമയത്ത് സ്ത്രീയും കൂടി കുറെ കൂടി ഓർഗാസം ആയിട്ട് ഫുൾ ഒരു പീക്കിലെത്തിയിട്ടിരിക്കുന്ന സമയമാണതെങ്കിൽ ആ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുന്നതിനും സെർവിക്സ് ഒക്കെ എളുപ്പത്തിൽ നിന്ന് ഡൈല്യൂട്ട് ആവുന്നതിനും അതുപോലെ സ്പേമിനെ വളരെ വേഗത്തിൽ അകത്തേക്ക് കടന്നു പോകുന്നതിനും വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. അങ്ങനെ പുരുഷന്റെ സെക്ഷൽ പെർഫോമൻസിനെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ. അടുത്തെന്ന് പറയുന്നത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ബെനിഫിറ്റുകളാണ്. സ്ത്രീകളിൽ ഈ വിറ്റമിൻ B6 ഗുണങ്ങളൊക്കെ വെച്ചിട്ട് അവരുടെ മെൻസ്ട്രേഷൻ ഒന്ന് റെഗുലറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് സഹായിക്കുന്നു. അടുത്തതെന്ന് പറയുന്നത് ഇതിലടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ ഇമ്മ്യൂണിറ്റിയും നമ്മുടെ ഫെർട്ടിലിറ്റിയും തമ്മിലൊരു ബന്ധമുണ്ട്. കാരണം ഇമ്മ്യൂണിറ്റി നമുക്ക് വീക്ക് ആവുന്നതോറും നമ്മളുടെ ശരീരത്തിൽ ബാക്ടീരിയാസും വൈറസും ഒക്കെ കടന്നുകൂടുന്നതിന് അത് സഹായിക്കുന്നു. ഇത് നമ്മളെ ഫെർട്ടിലിറ്റിയെ ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിന് അത് കാരണമാവുന്നു. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റിയും ഫെർട്ടിലിറ്റിയും തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പോൾ പൊട്ടാസ്യം ഇതിലടങ്ങിയിട്ടുള്ളത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. അത് മാത്രമല്ല ഇതിലടങ്ങിയിട്ടുള്ള സെറട്ടോണിൻ എന്ന ഹോർമോൺ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ സെറട്ടോണിൻ എന്ന് പറയുന്നത് ഹാപ്പി ഹോർമോണിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഇതിലടങ്ങിയിട്ടുള്ള കണ്ടന്റ്സ് അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇങ്ങനെ നമ്മളുടെ ആൻസൈറ്റി റിഡ്യൂസ് ചെയ്യുന്നു. ആൻസൈറ്റി എന്ന് പറയുന്നത് നമുക്ക് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം മുതൽ ഓരോ സ്ത്രീക്കും ഭയങ്കര ആൻസൈറ്റിയാണ്. പ്രഗ്നന്റ് ആകുമോ, ലക്ഷണങ്ങൾ വരുന്നുണ്ട്, പോസിറ്റീവ് കിട്ടുമോ, ഇങ്ങനെയുള്ള ഓരോ തിങ്കിങ് നമുക്ക് വരുമ്പോഴേക്കും ഈ ആൻസൈറ്റി അല്ലെങ്കിൽ ഈ ഒരു സ്ട്രെസ് നമ്മളിൽ അഡ്വേഴ്സ്ലി നമ്മുടെ ആ ഒരു ഫെർട്ടിലിറ്റിയെ അത് അഫക്ട് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കപ്പപ്പഴം കഴിക്കുന്നത് സഹായിക്കുന്നു. അത് മാത്രമല്ല ഇതിലടങ്ങിയിട്ടുള്ള ബീറ്റാ കാരോട്ടിൻ ഏർലി മിസ്കാരേജ് ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഏർലി മിസ്കാരേജ് പലർക്കും അവരറിയാതെ തന്നെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. കെമിക്കൽ പ്രഗ്നൻസി ആയിട്ടും അതുപോലെ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ പോസിറ്റീവ് കിട്ടി 2-3 ദിവസം കഴിയുമ്പോൾ ബ്ലീഡിംഗ് ആവുകയും ശരീരം തന്നെ അബോർട്ട് ചെയ്ത് കളയുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. കുഞ്ഞിന്റെ ഗ്രോത്തും ഡെവലപ്മെന്റും ഇല്ലാതെ, ഫീറ്റൽ ബോൾ കാണാതെ, യോഗ് സാക്ക് കാണാതെ അങ്ങനെ പ്രഗ്നൻസി നമുക്ക് നഷ്ടമായി പോകാറുമുണ്ട്. ഇതിനൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ, ആ ഒരു പ്രഗ്നൻസി മിസ്കാരേജ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റെഡ് ബനാന ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. മൂന്നാമതായിട്ട് ഫാറ്റ് ലോസിന് വേണ്ടിയിട്ട് ഗ്രീൻ ടീ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട് എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് അതുപോലെ തന്നെ ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുള്ള വിറ്റമിൻസിൻ്റെയൊക്കെ അംശങ്ങൾ നിങ്ങളിലെ എഗ്ഗിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനും എഗ്ഗ് റപ്ചർ ആകുന്നതിന് സഹായിക്കുകയും ഏർലി സ്റ്റേജിൽ നമുക്കുണ്ടാകുന്ന മിസ്കാരേജ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരു ദിവസം രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ അല്ലെങ്കിൽ 2 നേരം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 2 നേരവും നമ്മൾ ഫെർട്ടിലിറ്റി ട്രൈ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതാണ്. നാലാമതായി ചെയ്തത് വെറും വയറ്റിൽ എല്ലാ ദിവസവും 1 ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് കേട്ടോ. വെറും വയറ്റിലെ വെള്ളം കുടിക്കുന്നതിൻ്റെ ഗുണത്തെ പറ്റിയിട്ട് ഒരുപാട് പേർക്ക് അറിയാം. ഒരുപാട് പേര് ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന നിങ്ങൾ അത് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
വെറും വയറ്റിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നമ്മുടെ ഓർഗൻസിന്, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളുടെയും സെല്ലുലാർ ഫംഗ്ഷനും ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. നമ്മുടെ എല്ലാ ശരീര അവയവങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ വർക്കിങ്ങിൽ ഒരു പോരായ്മ വരുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാകുന്നത്. അതെല്ലാം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ശരീരത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അടുത്തൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ടോക്സിൻസ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെയാണെങ്കിലും നമ്മൾ നിൽക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണെങ്കിലും പലതരത്തിലുള്ള ടോക്സിൻസ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാറുണ്ട്. ഇതിനൊക്കെ ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ ശരീരം ഒന്ന് ഡിറ്റോക്സിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഫോർട്ടൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുന്ന ദിവസം നമുക്ക് എത്രത്തോളം നമ്മൾ ഫ്രഷ് ആണോ ആ ഒരു എനർജറ്റിക് ഫീൽ നമ്മുടെ ശരീരത്തിൽ എൻ്റെ ആ ഒരു ബെഡ് ടൈം വരെ നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മളൊന്ന് എനർജറ്റിക് ആവണമെങ്കിൽ, ആ ദിവസത്തെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ഒരു ഗ്ലാസ് വെള്ളമാണ്. നമ്മളതല്ലാതെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് വിശക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് ഉറക്കം വരും, നമുക്ക് ക്ഷീണം ഉണ്ടാകും അൺഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിൽ കൂടെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ. അതല്ലാതെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിന് അന്ന് വേണ്ടുന്ന എല്ലാ ന്യൂട്രിയൻസും ആ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് വഴി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ ശരീരത്തിന്റെ റെഡ് ബ്ലഡ് സെൽസിന്റെ കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അടുത്തൊരു ബെനിഫിറ്റ് ആണ് നമ്മളുടെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. വെയിറ്റ് ലോസിന് വേണ്ടി സഹായിക്കുന്നത് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ, അതിപ്പോൾ വെറും വയറ്റിൽ മാത്രമല്ല അല്ലാതെ നമ്മൾ വെള്ളം കുടിക്കുമ്പോഴേക്കും നമ്മുടെ ഹങ്കർ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അടുത്തൊരു ബെനിഫിറ്റ് ആണ് ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അടുത്തൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതുമൂലം കുഞ്ഞിലോട്ടുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും കുഞ്ഞ് ആ ഒരു എൻ്റയർ 9 months സർവൈവ് ചെയ്ത് ശരീരത്തിൽ മുൻപോട്ടേക്ക് പോകുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു പവർ ഇതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അടുത്തത് നമ്മുടെ കുടലിന്റെ ആരോഗ്യം കൃത്യമായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ ഗട്ട് ഹെൽത്ത് കൃത്യമായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വെള്ളം കുടിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അടുത്തതായി ചെയ്ത 2 കാര്യങ്ങളിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് ദിവസവും അരമണിക്കൂർ എക്സസൈസ് ചെയ്തു. രണ്ടാമതായിട്ട് ചെയ്തത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഓവുലേഷൻ ഡേറ്റിന് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. എക്സസൈസ് ചെയ്യുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ പിന്നെയും പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർ ദിവസവും 15 മിനിറ്റെങ്കിലും മിനിമം വർക്കൗട്ട് ചെയ്തിരിക്കണം. അത് ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ഉത്തമം. ഇത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. ബട്ടർഫ്ലൈ എക്സസൈസ്, ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്, മാലാസന വാക്ക് അല്ലെങ്കിൽ വെറും വാക്കിംഗ് എക്സസൈസ് ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഫിസിക്കൽ കോണ്ടാക്ട് ആണെങ്കിലും ഓവുലേഷൻ ഡേറ്റിലോട്ട് മാത്രം ചുരുങ്ങി പോകാതെ പീരീഡ്സിന്റെ ബ്ലീഡിംഗ് നിൽക്കുന്ന ദിവസം മുതൽ അടുത്ത പീരീഡ് എക്സ്പെക്ട് ചെയ്യുന്നതിന് ഒരു 10 ദിവസം മുൻപ് വരെയൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺസീവ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ Day 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.